ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2000-ൽ പുറത്തിറങ്ങിയ വാട്ട് ലൈസ് ബെനത്ത് എന്ന് പറഞ്ഞൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പഴയ മൂവീസ് ഈ 2000-ൽ പുറകോട്ടുള്ളത്, അതേപോലെ തന്നെ 2015 ആ ഒരു കാലഘട്ടം വരെയുള്ള അതിനിടയിലുള്ള മൂവീസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്തതും അതുപോലുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതലായിട്ടും ഈ മിസ്റ്ററി ത്രില്ലർ മൂവീസ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ മിസ്റ്ററി ത്രില്ലർ മൂവീസ് എനിക്ക് കുറച്ചുകൂടി ഫേവററ്റ് ആയിട്ടുള്ള ഒരു ജേണറാണ്. അപ്പോൾ അതുപോലൊരു മൂവി കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ദേ ഈ മൂവി കണ്ണിൽ പെട്ടത്. അതുകൊണ്ട് എന്തായാലും ഈ മൂവിക്ക് വേണ്ടി നിങ്ങൾ സമയം പാഴാക്കുന്നത് വെറുതെ ആവത്തില്ല. കാരണം അതുപോലുള്ളൊരു മൂവിയാണ്. അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ അതിലുള്ള ത്രില്ല് എന്താണ്, ട്വിസ്റ്റ് എന്താണ്, ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം കണ്ടു തന്നെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സിനിമകൾ കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്നാലേ എനിക്കും ഇതുപോലെ ഒരുപാട് മൂവീസ് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിയത്തുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അതേപോലെ തന്നെ ഈ മൂവിയുടെ ഡയറക്ടർ ആരാണെന്നറിയോ? റോബർട്ട് സെമിസ്കി. പുള്ളിക്കാരൻ ചെയ്ത ഇതിന് മുന്നേ ഉള്ള സിനിമകൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മൂവി എത്രത്തോളം ഉണ്ടാവുമെന്ന്. കാസ്റ്റ് അവേ, ബാക്ക് ടു ദ ഫ്യൂച്ചർ, ഫോറസ്റ്റ് ജമ്പ്, ഹിയർ, ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഈ 3 സിനിമകൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ ഇതിലും കൂടുതൽ ഞാൻ വേറെ ഒന്നും പറയണ്ടല്ലോ. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ക്ലെയറിനെയാണ് കാണിക്കുന്നത്. ക്ലെയർ ഇപ്പോൾ പുതുതായിട്ട് കല്യാണം കഴിച്ചു. അതിനുശേഷം അവളുടെ ഭർത്താവായിട്ടുള്ള നോർമനുമായിട്ട് അവൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഇപ്പോൾ ഒരു പുതിയ ഭർത്താവ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ക്ലെയർ ഇതിനു മുന്നേ കല്യാണം കഴിച്ചിരുന്നു, പക്ഷെ ആ ഭർത്താവ് മരിച്ചുപോയി. അതിനുശേഷമാണ് ക്ലെയർ നോർമനെ കല്യാണം കഴിക്കുന്നത്. നോർമൻ ആണെങ്കിലോ ഒരു സയന്റിസ്റ്റും. അപ്പോൾ ഇതിനു മുന്നേ ഇവർ രണ്ടുപേരും താമസിച്ചിരുന്ന ആ വീട്ടിലെ രണ്ടുപേർക്കും വലിയ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ നോർമൻ ഉണ്ടല്ലോ, അവനായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ ഒരു വീടുണ്ട്. അപ്പോൾ അവിടേക്ക് താമസം മാറാന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടേക്ക് വന്ന് രണ്ടുപേരും ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അതുമല്ല, ഹീറോയിനാണെങ്കിലോ ഒരു മകളുണ്ട്, ആദ്യത്തെ ഭർത്താവിലുണ്ടായതാണ്. അവളുടെ സ്കൂൾ പഠനമെല്ലാം കഴിഞ്ഞിട്ട് അവളിപ്പോൾ കോളേജിൽ പോകാനായിട്ട് തയ്യാറാവുകയാണ്. അതും ഒരു ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ തന്റെ മകളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരാണ് ഈ വീട്ടിൽ സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അതുപോലെ നോർമൻ ആണെങ്കിൽ ക്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജീവനാണ്. അങ്ങനെ ഈ ഒരു സന്തോഷത്തിൽ രണ്ടുപേരും താമസിക്കുമ്പോൾ ഇവരുടെ വീടിന് അടുത്തായിട്ട് മറ്റൊരു വീടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ക്ലെയർ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവിടെയും ഒരു ഭാര്യ ഭർത്താവാണ് താമസിക്കുന്നത്, ഇവരുടെ അയൽക്കാര്. ഇപ്പൊ സാധാരണയായിട്ട് അയൽക്കാരായിട്ട് പരിചയപ്പെടണമെന്ന് തോന്നുമല്ലോ, അതുപോലെ തന്നെ ക്ലെയറിന് ആഗ്രഹമുണ്ട്, പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവളുടെ അടുത്ത് ഒരു ആൽബം ഉണ്ട്. അതെടുത്തിട്ട് അതിനകത്തുള്ള ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊന്ന് 2 ഫോട്ടോകൾ കാണുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങും. വേറൊന്നുമല്ല, അതിലൊരു കാർ ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഹീറോയിൻ ഇതുപോലെ കാർ ആക്സിഡന്റ് ആയിരുന്നു. ആ സമയത്ത് പഴയ ചില കാര്യങ്ങൾ മാത്രം അവൾ മറന്നുപോയി. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് റിക്കവർ ആയിട്ട് തിരിച്ചു വന്നത്. അതുകൊണ്ടാണ് ഈ ഫോട്ടോ കാണുമ്പോൾ അവൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പേടിക്കുന്നത്. അങ്ങനെ ആ ഫോട്ടോ എല്ലാം അകത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഗാർഡനിലേക്ക് വന്ന് അവിടെ ഇരുന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ഇവിടെ ആ ഒരു മതിലുണ്ട്, അതിനപ്പുറത്ത് ആരോ കരയുന്നത് പോലെ. ക്ലെയർ പതിയെ അവിടേക്ക് ചെന്നിട്ട് ഇതാരാന്ന് നോക്കുമ്പോൾ ഈ അയൽക്കാരുടെ വീട്ടിലെ ഗാർഡനും ഇവിടെ ആയിട്ടാണ് ആ വീട്ടിലെ ആ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവരാണ് ഇരുന്ന് കരയുന്നത്. അങ്ങനെ ക്ലെയർ അവിടേക്ക് ചെന്നിട്ട് ഹലോ, നിങ്ങൾ ആരാ, എന്തിനെങ്ങനെ ഇരുന്ന് കരയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവർ മറുപടി ഒന്നും പറയത്തില്ല. കുറച്ച് കഴിഞ്ഞ് അവർ പറയും, ഞാനും എൻ്റെ ഭർത്താവായിട്ട് നല്ല വഴക്കായിരുന്നു, രാവിലെ അദ്ദേഹം കാറും എടുത്ത് വെളിയിലേക്ക് പോയി, പക്ഷെ ഇതുവരെയും തിരിച്ചു വന്നില്ല, ഇനി തിരിച്ചു വരുമോ, എന്നെ വിട്ടിട്ട് പോയോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ക്ലെയർ പതിയെ ആ ലേഡിയെ എത്തി ഇങ്ങനെ നോക്കാണ് അവളുടെ മുഖം കാണാൻ വേണ്ടി. പക്ഷേ ആ ലേഡിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവരുടെ മുഖം കാണിക്കാതെ വീടിനകത്തേക്ക് തന്നെ ഓടിപ്പോകുന്നു. അങ്ങനെ ക്ലെയർ അവിടെ തന്നെ നോക്കി നിൽക്കുന്നതും കുറെ കഴിയുമ്പോഴത്തേക്ക് ഒരു കാർ അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീയുടെ ഭർത്താവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ അവരുടെ ഭർത്താവ് കാറും എടുത്ത് വെളിയിലേക്ക് പോകുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ക്ലെയറിന് ഇവിടെ വെറുതെ ഇരുന്നിട്ട് കഴിയുന്നില്ല. എന്തായാലും അവിടെ പോയിട്ട് ആ ഒരു സ്ത്രീയായിട്ട് പരിചയപ്പെടാം എന്നും പറഞ്ഞ് എന്തായാലും പരിചയപ്പെടാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ബൊക്കെയെല്ലാം എടുത്തിട്ട് അവരുടെ വീടിനടുത്തേക്ക് ചെയ്ത് നോക്കുമ്പോൾ വീടിനുള്ളിൽ വേറെ ആരുമില്ല. നോക്കുമ്പോഴത്തേക്കാണ് ആ വീട്ടിലെ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ചെരുപ്പ് മാത്രം താഴെ കിടപ്പുണ്ട്. അത് ഒരു ചെരുപ്പ്, അതിലാണെങ്കിലോ രക്തക്കറയുണ്ട്. ഇത് കണ്ടിട്ട് അവരെന്തായാലും വീട്ടിലുണ്ടാവത്തില്ല, പിന്നീട് വരാമെന്നും പറഞ്ഞ് ക്ലെയർ ആ ഒരു ബൊക്കയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ക്ലെയറിനെ കാണാൻ വേണ്ടിയിട്ട് വേറൊരു ലേഡി അവിടേക്ക് വരുന്നുണ്ട്. ഇത് വേറെ ആരുമില്ല, ക്ലെയറിന്റെ സുഹൃത്താണ്. അവളുടെ പേര് ജോഡി. ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, കാരണം കുട്ടിക്കാലം മുതൽ തന്നെ ഇവർ ഒരുമിച്ചാണ്. അങ്ങനെ ജോളി വന്നിട്ട് ക്ലെയർ ഇപ്പോൾ എങ്ങനെയുണ്ട്, നല്ലതുപോലെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ക്ലെയർ ചോദിക്കും, അല്ല പെട്ടെന്ന് എന്താ ഇങ്ങനെ ചോദിക്കാനായിട്ട്, നല്ലതുപോലെ പോകുന്നുണ്ടോന്നല്ല. ഇല്ല അതല്ല, നിനക്ക് ആക്സിഡന്റ് ആയിട്ട് അത് കഴിഞ്ഞ് വീണ്ടും നീ ഒന്നേന്ന് പറഞ്ഞ് ജീവിതം സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ കുഴപ്പമൊന്നുമില്ല, നല്ലതുപോലെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സുഹൃത്ത് പറയും, ഓക്കെ ഞാൻ എന്തായാലും വന്ന കാര്യം പൂർത്തിയായി, ഇനി എന്തായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലെയർ അവളുടെ റൂമിലിരുന്ന് കമ്പ്യൂട്ടറിലെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ ഈ കാറ്റെല്ലാം നല്ലതുപോലെ അടിക്കുന്നത് കൊണ്ട് തന്നെ ജനാല അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ജനാലയുടെ അടുത്തേക്ക് ഇരുന്ന് ആ ഡോർ ഇങ്ങനെ പിടിക്കുമ്പോൾ അടുത്ത ആ ഒരു വീടുണ്ടല്ലോ, അവിടെ ആ ഒരു ഭർത്താവിന്റെ കാർ അവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഒരു വലിയ ബാഗ് എടുത്ത് ഈ കാറിനകത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. പക്ഷെ അയാളുടെ കൂടെയാണെങ്കിൽ അയാളുടെ ഭാര്യയില്ല. ഇത് കാണുന്ന ക്ലെയർ നല്ലതുപോലെ പേടിക്കും. അവളിപ്പോ എന്താണ് വിചാരിക്കുന്നതെന്നറിയോ? രാവിലെ മുതൽ അയാളുടെ ഭാര്യയെ കാണാനില്ല. അതുപോലെ ഇന്നലെ ആണെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല വഴക്കുണ്ടാക്കി. രാവിലെ നോക്കുമ്പോൾ ആ ചെരുപ്പിലെ രക്തം കണ്ടു. ഇതെല്ലാം കാരണം ഈ വഴക്കുണ്ടാക്കി തന്റെ ഭാര്യയെ കൊന്നിട്ട് അവളുടെ ശരീരമാണ് കവറിലാക്കി കാറിനകത്ത് വെച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ നമ്മുടെ ക്ലെയറിനുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കിടക്കുന്ന നോർമനെ വിളിച്ചിട്ട്, നോർമൻ ദേ ഇവിടേക്ക് വാ, ഇതൊന്ന് നോക്കുമെന്ന് പറയുമ്പോൾ നോർമൻ ചാടി എഴുന്നേറ്റ് ആ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ ഒരു ഭർത്താവിനെയും കാണുന്നില്ല, അവന്റെ കാറും ഇല്ല. അപ്പോൾ നോർമൻ എഴുന്നേറ്റിട്ട്, അല്ല ക്ലെയർ നീ എന്ത് കണ്ടാ പേടിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഇല്ലില്ല അപ്പുറത്തെ വീട്ടിലെ ആ ഒരു ഭർത്താവ് അയാളുടെ കാർ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ, ആവശ്യമില്ലാതെ ഒരുപാട് ചിന്തിക്കാതെ, നിനക്കെന്ത് വട്ടു പിടിച്ചോ, വെറുതെ സമയം കളയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും പോയി കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലെയറിനെ ഇപ്പോഴും ഒരു സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു മതിലിന്റെ അടുത്തേക്ക് വന്നിട്ട് അതുവഴി അടുത്ത വീട്ടിലേക്ക് തന്നെ എത്തി നോക്കണം ആരെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. നോക്കുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു കാർ ഉണ്ടല്ലോ, ഇന്നലെ നിന്നിരുന്ന ആ ഒരു കാറിന്റെ ടയറിന്റെ പാടുകൾ അവിടെ ഉള്ളതായിട്ട് അവൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി അവൾ കണ്ട കാര്യമുണ്ടല്ലോ, അത് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അത് കൺഫേം ആക്കിയിട്ട് അവൾ തിരിച്ച് വീടിനകത്തേക്ക് കയറുമ്പോൾ നോർമൻ ഉണ്ടല്ലോ, അവനൊരു അവാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു ന്യൂസ് പേപ്പറിൽ വന്നിട്ട് അത് കട്ട് ചെയ്ത് ഫ്രെയിം ചെയ്തിങ്ങനെ വെച്ചേക്കാണ്. ആ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, അതിപ്പോൾ താഴെ വീണ് കിടക്കുന്നു. ഇതാരാ തട്ടിയിട്ടേന്ന് പറഞ്ഞിട്ട് അവൾ അതെടുത്ത് നേരെ തന്നെ അങ്ങ് വെക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീടിന് മുന്നിലായിട്ട് തന്നെ ഒരു വലിയ ലേക്ക് ഉണ്ട്. അതിനടുത്ത് അവളുടെ നായനെ കൊണ്ടുവന്ന് ക്ലെയർ ഇപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ഒരു നായ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അത് ആ ഒരു ലേക്കിലേക്ക് നോക്കി ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ ക്ലെയറിനൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവള് നായനെ കൂട്ടി വീണ്ടും തിരിച്ചകത്തേക്ക് പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് നോർമൻ വരുമ്പോഴത്തേക്കും ക്ലെയർ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട്, അല്ല നോർമൻ, നമ്മുടെ അയൽക്കാരില്ലേ, അവിടെ ആ ഒരു ഭാര്യയെ ഇന്നലെ മുതൽ കാണാനില്ല. ഇന്നലെ മുതൽ ആ വീട്ടിലേക്ക് വേറെ ആരും വന്നിട്ടുമില്ല. എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഇതിനു മുന്നേ വഴക്കുണ്ടാക്കിയിരുന്നു. അതിൽ ആ ഭർത്താവ് ഇനി ആ ഭാര്യയെ കൊന്നു കാണോ? ഇതിനെപ്പറ്റി നീ എന്താ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനെന്തോ ചിന്തിക്കാനാണ്, അത് അവരുടെ പ്രശ്നം, അതിൽ നമ്മൾ ഒരിക്കലും തലയിടേണ്ട ആവശ്യമില്ല, ഇതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുമ്പോൾ അവളെ കൊണ്ട് ഒരിക്കലും അത് കഴിയുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ക്ലെയർ ഈ വീടിനടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ആരും അറിയാതെ ആ വീടിനകത്തേക്ക് കയറാൻ വേണ്ടി മുൻവശത്തെ ഡോറിനടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഡോർ തുറന്നത് ഇതുപോലെ ആ ഭർത്താവ് ഇറങ്ങി വരുന്നു. ഇത് കണ്ട ക്ലെയർ നല്ലതുപോലെ അങ്ങ് പേടിച്ചു പോകും. അങ്ങനെ ആ ഭർത്താവ്, അല്ല നിങ്ങളാരാ, എന്തോ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ക്ലെയർ പറയും, ഞാൻ നിങ്ങളുടെ അയൽക്കാരാണ്, നിങ്ങളുടെ ഭാര്യയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത്, അവരിവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഇപ്പോൾ അവൾ ഇവിടെ ഇല്ല, വെളിയിൽ പോയേക്കാണ്, എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വാ, അപ്പോൾ കാണാൻ കഴിയുമെന്ന് പറയുന്നതും ക്ലെയർ ഇപ്പോൾ ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും അവളുടെ വീടിന്റെ ജനാലയിലൂടെ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് ആ വീട്ടിലേക്ക് തന്നെയാണ് എപ്പോഴും നോക്കിയിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ആ ഒരു ക്യൂരിയോസിറ്റിയാണ്. അതുമല്ല, ഇവള് നോക്കുമ്പോഴത്തേക്കും ആ വീട്ടിൽ ആ ഒരു ഭർത്താവ് മാത്രമേ ഉള്ളൂ, ഭാര്യയെ കാണാനില്ല. അയാളാണെങ്കിൽ ഇപ്പോൾ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതാണ് കഴിക്കുന്നത്. ഇതുകൂടിയാവുന്നത് അവൾക്ക് സംശയം ഇപ്പോൾ ഒരുപാട് കൂടത്തേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ക്ലെയർ നേരെ നോർമന്റെ റൂമിനടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ഇതിനു മുന്നേ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ, അത് താഴെ വീണിരുന്നു. ഇപ്പൊ അതേപോലെ തന്നെ അത് വീണ്ടും താഴെ വീണ് കിടക്കാണ്. അതുപോലെ അതിന്റെ ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. ചേട്ടാ ഇതെന്താ എപ്പോഴും താഴേക്ക് വീഴുന്നതെന്ന് പറഞ്ഞ് അത് വീണ്ടും ഫ്രെയിം ചെയ്ത് ഒന്നുകൂടി എടുത്ത് മുകളിലേക്ക് വയ്ക്കും. അപ്പോഴാണ് ആ ഒരു ടേബിളിനടിയിലായിട്ട് ഒരു കീ കിടക്കുന്നതായിട്ട് അവൾ കാണുന്നത്. അങ്ങനെ ആ ഒരു കീ കയ്യിലേക്ക് എടുത്ത് ഇപ്പൊ ഈ കീ ഉപയോഗിച്ച് തുറക്കാൻ കഴിയുന്ന ഒരു കാര്യവും ഈ വീടിനകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കീ എന്തിനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് എന്തായാലും യൂസ് ആവും എന്ന് പറഞ്ഞ് അവൾ അതെടുത്ത് കയ്യിൽ വെച്ചേക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്ലെയർ ഇപ്പോൾ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. ചെല്ലുമ്പോഴത്തേക്ക് അതിനകത്ത് മുഴുവനായിട്ട് പുകയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹീറ്റർ ഓൺ ആക്കി ഇടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വരുന്ന പുകയുണ്ടല്ലോ, അതുപോലെയാണ്. അങ്ങനെ അവൾ പതിയെ ആ ഒരു ബാത്റൂമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇതാരാ ഓൺ ചെയ്തതെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ വെള്ളത്തിലൊരു റിഫ്ലക്ഷൻ, അത് വേറൊരു സ്ത്രീയുടെ. പെട്ടെന്ന് ഈ കാര്യം കണ്ട് ക്ലെയർ അങ്ങ് അലറി വിളിക്കുന്നതും ഈ ശബ്ദം കിട്ടാൻ നോർമൻ താഴെ ഉറങ്ങി കിടക്കുമായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നേരെ ഇവിടേക്ക് വന്നിട്ട്, അല്ല ക്ലെയർ നിനക്ക് എന്താ സംഭവിച്ചത്, നീ എന്ത് കണ്ടാ പേടിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ ഇവിടെ ഒരു രൂപത്തെ കണ്ടു എന്ന് പറഞ്ഞ് അവനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പൊ അവന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ക്ലെയർ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് പോവാണ്. ഡോക്ടർ ഇതുപോലെ ഞാനൊരു പെണ്ണിന്റെ രൂപത്തെ കണ്ടിരുന്നു, എനിക്ക് തോന്നുന്നു അതൊരു പ്രേതമാണെന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടർ അവളോട് സംസാരിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ക്ലെയർ വിശ്വസിക്കുന്നത് അതൊരു പ്രേതമാണ്. ആ പ്രേതം ഇപ്പോൾ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ആ ഒരു പ്രേതത്തിനോട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് ആ ഒരു സുഹൃത്തിനെ വിളിച്ച് ഒരു ഓജോ ബോർഡെല്ലാം വാങ്ങി ഇവർ രണ്ടുപേരും ആ ഒരു പ്രേതത്തോട് സംസാരിക്കാൻ വേണ്ടി ഈ ഓജോ ബോർഡ് വെച്ച് ഇങ്ങനെ ട്രൈ ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവരുടെ വീടിനകത്തേക്ക് എന്തോ ഒരു കാര്യം കയറി വരുന്നത് പോലെ രണ്ടുപേരും പേടിച്ച് ആ ഡോറിനടുത്തേക്ക് നോക്കുമ്പോൾ
ഡോറ് പതിയെ ഇങ്ങനെ തുറക്കാണ്. പെട്ടെന്ന് കാണിക്കുമ്പോൾ അത് പ്രേതമൊന്നുമല്ല, ഇവരുടെ വീട്ടിലെ ആ ഒരു നായ ഉണ്ടല്ലോ അതായിരുന്നു. ഇത് കണ്ട് രണ്ടുപേരും പേടിച്ചിട്ട് ഇതിനെ കണ്ടിട്ടാണോ പേടിച്ചതെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ആ ഒരു സുഹൃത്തിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതുപോലെ പറഞ്ഞു വിടുന്നതിന് മുന്നേ ആ ഒരു സുഹൃത്തിനോട് പറയുന്നുണ്ട്, പിന്നെ ഇതെന്റെ ഭർത്താവിനോട് ഒരിക്കലും പറയരുത്, അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, അവൻ എന്നെ വഴക്ക് പറയും. ഓക്കെ ശരി, നീ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞിട്ട് ആ ഒരു സുഹൃത്തിനെ അവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞു വിടുന്നു. അങ്ങനെ സുഹൃത്ത് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ക്ലെയർ മാത്രം വീട്ടിലുള്ളൂ. അവള് പതിയെ വീണ്ടും ബാത്റൂമിനടുത്തേക്ക് വരുമ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ബാത്റൂം മുഴുവനായിട്ട് പുക കൊണ്ട് നിറഞ്ഞേക്കാണ്. എന്തുകൊണ്ടാ വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവൾക്ക് അറിയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ക്ലെയറിന് നല്ല ദേഷ്യം വന്നിട്ട്, ആരാ നീ, നിനക്ക് എന്താ വേണ്ടത് എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ബാത്റൂമിലുള്ള കണ്ണാടിയിലെ എന്തോ വരയ്ക്കുന്നത് പോലെ ഇങ്ങനെ കാണുന്നതും ഇത് കണ്ട ക്ലെയർ പെട്ടെന്ന് തന്നെ താഴേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ഓടി ഓടി താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവരുടെ വീട്ടിലെ കമ്പ്യൂട്ടർ അതിപ്പോ ഓണായിട്ട് അതിനകത്ത് എന്തോ ടൈപ്പ് ചെയ്യുന്നത് പോലെ MEF എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ അത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് നേരെ നോർമന്റെ അടുത്തേക്ക് ചെന്ന്, നോർമൻ, എനിക്ക് ഇപ്പോഴാണ് എല്ലാ സത്യങ്ങളും മനസ്സിലായത്. നമ്മുടെ അയൽക്കാരില്ലേ, അതിൽ ആ ഒരു ഭാര്യയെ ഭർത്താവ് കൊന്നു. ഇപ്പൊ ആ ഭാര്യയുടെ പ്രേതം എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ പ്രേതമായിരിക്കും എന്തായാലും ഈ വീടിനകത്തുള്ളത്. എന്തായാലും ആ ഭാര്യയെ കൊന്നിട്ടുള്ളത് അവളുടെ ഭർത്താവ് തന്നെയാണ്. അതുകൊണ്ട് വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ട് പോലീസിനോട് ഈ കാര്യം പറയാന്ന് പറയുമ്പോൾ നോർമൻ അങ്ങനെ നോക്കിയിരുന്നിട്ട്, അല്ല നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു, ഈ കാര്യം നമ്മൾ പോലീസിനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കത്തുള്ളൂ, അതുമല്ല നമ്മൾ വഴക്ക് പറയും, അതുകൊണ്ട് നീ ഒന്ന് അടങ്ങിയിരിക്കാൻ പറയുമ്പോഴത്തേക്കും ക്ലെയറിനാണെങ്കിൽ ഒരിക്കലും അത് കഴിയത്തില്ല. അവൾ പറയും, ഞാൻ ഇപ്പൊ തന്നെ അയാളോട് അത് പോയി ചോദിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ നോർമനെ വിളിച്ച് ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടെയാണ് അയൽ വീട്ടിലെ ആ ഒരു ഭർത്താവ് ഉണ്ടല്ലോ അയാളുള്ളത്. അങ്ങനെ അവിടേക്ക് ചെന്ന് പെട്ടെന്ന് അയാളെ കാണുന്നതും ഓടി അയാളുടെ മുന്നിലേക്ക് ചെന്ന്, എനിക്കറിയാം നീ എന്ത് കാര്യമാണ് ചെയ്തതെന്ന് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അയാളെ വഴക്ക് പറയാണ്. നീയല്ലേ നിന്റെ ഭാര്യയെ കൊന്നത്, എനിക്കറിയാം, അത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് രാത്രി അവളുടെ ശരീരം കവറിലാക്കി നീ എവിടേക്ക് കൊണ്ടുപോയത്, അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു നിന്റെ ഭാര്യയുടെ ശരീരം എവിടെ എന്ന് ചോദിക്കുമ്പോൾ, എന്തെന്റെ ഭാര്യയുടെ ശരീരമോ, എന്റെ ഭാര്യനെ എന്തിനാ ഞാൻ കൊല്ലുന്നേ ചോദിക്കുമ്പോൾ, എനിക്കറിയാം അന്ന് വീട്ടിൽ നടന്ന എല്ലാ കാര്യവും ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെയാണ് ആ ഒരു ഭർത്താവ് പെട്ടെന്ന് എന്റെ ഭാര്യതേ ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് അയാളുടെ ഭാര്യ അടുത്തേക്ക് വിളിക്കുന്നതും, ആഹാ, ഹീറോയിൻ ഇത്രയും നേരം ഈ ബഹളം വെച്ചതെല്ലാം വെറുതെ ആയിപ്പോയി. സത്യം പറയൽ ഈ തൊലി ഉരിയുന്ന അവസ്ഥയായിപ്പോയി. കാരണം ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ഒരാളെ വഴക്ക് പറഞ്ഞ് അവസാനം അയാളുടെ ഭാര്യ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ. അതുമല്ല ആ ഭാര്യയും ഭർത്താവും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ ചുറ്റിനുള്ള എല്ലാവരും നമ്മുടെ ഹീറോയിൻ എന്തോ വട്ടാണെന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ നോർമൻ പറയുന്നുണ്ട്, ക്ലെയർ ബാ നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ക്ലെയറിന്റെ വീട്ടിലേക്ക് ഇവരുടെ അയൽക്കാരായിട്ടുള്ള ആ ഒരു ഭാര്യ ഉണ്ടല്ലോ അവര് ക്ലെയറിനെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ടാണ് ക്ലെയറിനോട് പറയുന്നത്, ഇന്നലെ സംഭവിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അന്നൊരു ദിവസം നിങ്ങളൊന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഭർത്താവോട് ഞാൻ വഴക്കായിരുന്നെന്ന്. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ അദ്ദേഹത്തോടൊപ്പം വഴക്ക് കൂടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവായിരുന്നു അന്ന് രാത്രി തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്ത ദിവസം മുതൽ എന്നെ വീട്ടിൽ കാണാഞ്ഞത്. പിന്നെ അന്ന് രാത്രി അദ്ദേഹം കാറും എടുത്തുകൊണ്ട് പോയത് സത്യത്തിൽ എന്നെ വിളിക്കാൻ വേണ്ടി, എന്നോടൊപ്പം വന്ന് താമസിക്കാൻ വേണ്ടി ബാഗെല്ലാം പാക്ക് ചെയ്ത് അതായിരുന്നു ആ ഒരു കാറിൽ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ക്ലെയർ ചോദിക്കുക, ആ ചെരുപ്പിൽ കണ്ട രക്തം, ഓ അത് ഞങ്ങൾ രണ്ടൊരു വഴക്കിടുന്ന സമയത്ത് സംഭവിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്ലെയർ ആണ് തെറ്റായിട്ട് കണ്ടിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എല്ലാ സത്യങ്ങളും അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ അവളോട് സോറി പറഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ വീണ്ടും സാധാരണ രീതിയിൽ തന്നെ ആ വീട്ടിൽ കഴിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ദിവസമാണ് വീണ്ടും എന്തോ ഒരു ശബ്ദം. ക്ലെയർ നേരെ നോർമന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ അത് താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ക്ലെയറിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇതിനു മുന്നേ 2 തവണ അത് താഴേക്ക് വീണു, അത് സാധാരണ എന്ന് പറയാം. പക്ഷെ 3ാമത്തെ തവണയും അത് താഴേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവൾ ആ ഒരു ഫ്രെയിം കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അത് ഇളകി ഇങ്ങ് വരുന്നു. അതുമല്ല അതൊരു ന്യൂസ് പേപ്പർ കട്ടിങ് ആണല്ലോ. അതിന്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് അവൾ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ പുറകിലും എന്തോ ഒരു ന്യൂസ് ഉണ്ട്. അത് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഏതോ ഒരു പെണ്ണിനെ കാണാനില്ല എന്നുള്ളൊരു കേസാണിത്. അങ്ങനെ ആ പെണ്ണിന്റെ പേരെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓക്കെ ആ കേസിനെ പറ്റി അന്വേഷിച്ച് നോക്കാമെന്നും പറഞ്ഞ് ഇപ്പൊ ഇന്റർനെറ്റിൽ ആ ഒരു കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാതായിട്ടുള്ള ആ ഒരു പെണ്ണിന്റെ പേര് അതിലുണ്ട്, മാഡിസൺ എലിസബത്ത് ഫ്രാങ്ക്. ഇവിടെയാണ് നമ്മുടെ ക്ലെയർ ഞെട്ടുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ദിവസം ഇവളുടെ വീട്ടിലെ ആ കമ്പ്യൂട്ടറിൽ കുറെ അക്ഷരങ്ങൾ വന്നിരുന്നല്ലോ, MEF എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അക്ഷരങ്ങളും ഈ പേരും മാച്ച് ആവുന്നുണ്ട്. അങ്ങനെ ഈ പെണ്ണിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് ആ പേരിൽ എങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതും ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ കുറച്ചുകൂടി ഷോക്ക് ആവുന്നത്. വേറൊന്നല്ല, അന്ന് അവൾ ബാത്ടബിലെ അവളോടൊപ്പം മറ്റൊരു പെണ്ണിന്റെ രൂപം കണ്ടിരുന്നല്ലോ, അതേ പെണ്ണിന്റെ ഫോട്ടോ ആണ് ഇതിൽ കാണുന്നത്. അപ്പൊ കാണാതായ പെണ്ണും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഹീറോയിൻ ആലോചിക്കും, ഒരുപക്ഷെ ഈ ഒരു പെണ്ണ് എന്നോട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുമായിരിക്കും. ഇനി അവൾ മരിച്ചുപോയി കാണോ എന്നുള്ള ആ ഒരു സംശയം കാരണം ഈ ന്യൂസിന്റെ കാര്യങ്ങളെല്ലാം പ്രിന്റ് ഔട്ട് എടുത്തു വെച്ചിട്ട് അത് അടുത്ത ദിവസം തന്നെ നമ്മുടെ നോർമനെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട നോർമന് വീണ്ടും ദേഷ്യമാണ് വരുന്നത്. അവൻ പറയും, എന്താ ക്ലെയർ ഇത്, ഇന്നലെ വരെ അപ്പുറത്തെ വീട്ടിലാണ് എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞിട്ട് വെറുതെ സംശയിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ അതേ പുതിയൊരു കാര്യം,
ഇന്നലെ അയാളെ കൊലയാളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പൊ കാണാതെ പോയിട്ടുള്ള ഏതോ ഒരു പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ക്ലെയർ അത് നിർത്താൻ തയ്യാറല്ല. അവൾ അത് അന്വേഷിക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ഒരു പെണ്ണിന്റെ വീട് അഡ്രസ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അവളുടെ വീടിനടുത്തേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ ആ ഒരു പെണ്ണിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ പെണ്ണിന് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല മോളെ, ഒരു ദിവസം വെളിയിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയതാണ്, പക്ഷെ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ പെണ്ണിന്റെ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമല്ല കാണാതെ വീട്ടിലുള്ള ആ ഒരു പെണ്ണിന്റെ കണ്ണുകളാണെങ്കിലോ പച്ച കളറിലാണ്. അങ്ങനെ ആ ഫോട്ടോ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അവളുടെ ഓർമ്മയ്ക്കായിട്ട് അവളുടെ അമ്മ ഒരു മുടി മാത്രം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കാണിച്ചിട്ട് ആ ഒരു അമ്മ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ അമ്മ അറിയാതെ ക്ലെയർ ആ ഒരു മുടി എടുത്ത് കയ്യിൽ വയ്ക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അതേസമയം നോർമൻ ഉണ്ടല്ലോ, അവനും ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് വീടിനകത്തേക്ക് കയറി ക്ലെയറിനെ നോക്കുമ്പോൾ വീടിനകത്ത് അവളെ കാണുന്നില്ല. വീട് മൊത്തത്തിൽ ഇരുട്ടായിട്ട് കിടക്കാണ്. നടന്ന ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരേ ഒരു മെഴുകുതിരി മാത്രമേ ഇങ്ങനെ കത്തിയിരിക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലെയർ ഒരു ചുവന്ന ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതുമല്ല നമ്മുടെ ക്ലെയറിന്റെ പെരുമാറ്റ രീതിയെല്ലാം വളരെ ഡിഫറൻ്റ് ആണ്. അവൾ എഴുന്നേറ്റ് വന്ന് നോർമൻ പിടിച്ചിങ്ങനെ കിസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവനോട് വളരെ റൊമാൻറ്റിക് ആയിട്ട് ആ രീതിയിലാണ് പെരുമാറുന്നത്. അതുമല്ല പതിയെ പതിയെ അവന്റെ ഡ്രസ്സിങ്ങിന് അഴിക്കുന്ന സമയത്ത് നോർമൻ ആണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവാതെ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ക്ലെയർ നിനക്ക് എന്താ സംഭവിച്ചേ, നീ എന്താ ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് അവനുമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവനെ പിടിച്ച് താഴേക്ക് എടുത്തിട്ട് അവന്റെ മുകളിലേക്ക് കയറി ഇരിക്കുന്നതും പെട്ടെന്ന് അതിനടുത്തായിട്ട് തന്നെ ഒരു കത്തിയുണ്ട്. ആ കത്തി എടുത്ത് അവനെ കുത്താനായിട്ടും അവളുടെ മനസ്സ് മാറുന്നുണ്ട്. അങ്ങനെ നോർമൻ അവളെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ കണ്ണ് പച്ച കളറിലേക്ക് മാറുന്നു. പെട്ടെന്ന് തന്നെ കാണാതായിട്ടുള്ള മാഡിസൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, ഹീറോയിൻ അന്വേഷിക്കുന്ന, അവളുടെ ഒരു മുഖഷേപ്പ് ഇങ്ങനെ മാറുന്നതും ഇത് കണ്ട നോർമൻ അവളെ തള്ളി അങ്ങ് താഴെയിടും. താഴെ വീഴുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്ലെയർ വെട്ടുന്നത്. എന്താ സംഭവിച്ചേ, എനിക്ക് എന്താ പറ്റി, ഞാൻ എന്താ ഈ ഒരു ഡ്രസ്സിൽ, ഇവിടെ എന്താ സംഭവിക്കുന്നതല്ല അവൾക്ക് ഇതുവരെ നടന്ന ഒരു കാര്യം അറിയാത്തതുപോലെയാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോർമൻ പറയും, ഇല്ല നീ ഇത്രയും നേരം വേറെ ആരെയെ പോലെ ആയിരുന്നു, കാണാതെ പോയിട്ടുള്ള മാഡിസൺ എന്ന് പറഞ്ഞ ഒരു പെണ്ണല്ലേ, അവളെ പോലെ നീ പെരുമാറുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട് നമ്മുടെ ക്ലെയറിന് സംശയം കൂടി തുടങ്ങി. കാരണം അവൾ ഇതുവരെ നോർമനോട് കാണാതായിട്ടുള്ള ആ ഒരു പെണ്ണിന്റെ പേര് മാഡിസൺ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ അവനായിട്ട് തന്നെ അവളോടത് പറയണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ നിനക്കറിയാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ നോർമനി ഇപ്പോൾ സത്യം ഒന്നും മറയ്ക്കാൻ കഴിയത്തില്ല. അവൻ അവസാനം പറയാണ്, മാഡിസൺ എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, കാരണം അവൾ എൻ്റെ അസിസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു അഫെയർ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവളെ കാണാതായത്. അതിനുശേഷം ഞാൻ ഒരിക്കലും അവളെ കണ്ടില്ല എന്ന് പറയുന്നതും ഈ സത്യം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലെയറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇത്രയും കാലം അതിനെപ്പറ്റി അവളോട് പറഞ്ഞിട്ട് പോലുമില്ല. അതേപോലെ തന്നെ അവർ രണ്ടുപേരും അഫെയർ ആയിട്ടുള്ള ഒരു കാര്യം ഇവളെ ചീറ്റ് ചെയ്യായിരുന്നല്ലോ. അങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മുടെ ക്ലെയർ അവിടെ നിന്നും വെളിയിലേക്ക് പോവാണ്. നേരെ പോകുന്നത് വേറെ എവിടേക്കും അല്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ അവളുടെ വീട്ടിലേക്ക്. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്രണ്ട് ഹീറോയിനോട് മറ്റൊരു സത്യം പറയുന്നത്. ഇവിടെയാണ് നമുക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. മൂവിയുടെ തുടക്കത്തിൽ ഈ ഒരു ഫ്രണ്ട് ഹീറോയിനെ കാണാനായിട്ട് വരുമല്ലോ, പക്ഷെ എന്തോ ഒരു കാര്യം പറയാതെ അവളോട് നിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഹീറോയിൻ ഇതുപോലെ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അപ്പോഴാണ് നോർമനും മാഡിസൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും അഫെയറിലായത്. അതുപോലെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിയുന്ന ആ ഒരു കാര്യം ഈ സുഹൃത്ത് കാണുകയും കൂടി ചെയ്തു. പക്ഷെ ഇതുവരെയും നമ്മുടെ ക്ലെയറിനോട് ആ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, അവൾക്ക് ആക്സിഡന്റ് സംഭവിച്ച് പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പുതിയൊരു ജീവിതം ജീവിക്കുമായിരുന്നു. അതുപോലെ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നോർമൻ ക്ലെയറിനെ ആലോചിച്ചിട്ട് നല്ലപോലെ കരയുന്നുണ്ടായിരുന്നു. കാരണം അവൻ അവളെ അത്ര ഇഷ്ടമായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും അഫെയർ ആയിട്ടുള്ള കാര്യം അവൾ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിന്നെ വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഒരു കാര്യവും പറയാതിരുന്നത് എന്നുള്ള ആ സത്യം ആ ഒരു ഫ്രണ്ട് ഇപ്പോഴാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ക്ലെയറിനാണെങ്കിലോ വളരെ വിഷമായി. കാരണം അവൾ വയ്യാതിരുന്നപ്പോൾ അവളുടെ ഭർത്താവ് നോർമൻ എന്തോരം അവൾക്ക് വേണ്ടിയിട്ട് വിഷമിച്ചു എന്നുള്ള കാര്യം കേൾക്കുമ്പോഴത്തേക്കും തന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ എന്നുള്ള ആ ഒരു വിഷമം അവൾക്കുണ്ട്. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ആ ഒരു പെണ്ണിനെ മറക്കുകയും കൂടി ചെയ്തു. അതുകൊണ്ട് അവനോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ നമ്മുടെ ക്ലെയർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് അവനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ വീട്ടിലില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടി നേരെ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ബാത്ത് ടബിൽ അവനിങ്ങനെ കിടക്കുകയാണ്. എന്താന്ന് വെച്ചാല് ഈ ഹെയർ ഡ്രയറോ അങ്ങനെ എന്തോ ഒരു കാര്യം വെള്ളത്തിലേക്ക് വീണിട്ട് ചെറിയ രീതിയിൽ ഷോക്ക് അടിച്ചിട്ട് അവന്റെ ബോധം പോയെന്ന് തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചിട്ട് പോലീസുകാർ അവിടേക്ക് വന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് വേറെ കുഴപ്പമൊന്നുമില്ല, വലിയ രീതിയിൽ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ അന്ന് രാത്രി ക്ലെയർ ആ വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോൾ നോർമൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ക്ഷമ ചോദിക്കുകയാണ്. നിനക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഒരിക്കലും ആ ഒരു പെണ്ണുമായിട്ട് അഫെയറിൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു, സോറി എന്നെല്ലാം പറയുമ്പോൾ ക്ലെയർ പറയും, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും അതെല്ലാം കഴിഞ്ഞില്ലേ, പിന്നെ ഈ വീട്ടിലൊരു പ്രേതത്തിന്റെ ശല്യം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അതിന് കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്നും ഈ മുടി എടുത്തുകൊണ്ട് വന്നിരുന്നു. അതുകൊണ്ടാണ് മരിച്ചുപോയ ആൾക്കാരുടെ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അവരുടെ ആത്മാവ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇത് കത്തിച്ചു കളയാൻ പോവാണ്, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ
നോർമൻ ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവനിതൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതല്ല, അവന് ഇതൊന്നും വലിയ വിശ്വാസമില്ല. അതുകൊണ്ട് നോർമൻ പറയും, ഹേയ് അങ്ങനെയൊന്നുമില്ല, നീ എന്തായാലും നിന്റെ മനസ്സ് വെറുതെ ഇട്ട് കുഴപ്പിക്കണ്ട, കുറച്ച് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ ഉറക്കി കിടത്താണ്. എന്നിട്ട് അവളുടെ കയ്യിൽ ഈ ഒരു മന്ത്രങ്ങളെ പറ്റിയുള്ള കുറെ ബുക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ ജനാലയുടെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് എന്തോ ഒരു ശബ്ദം. നോക്കുമ്പോഴത്തേക്കാണ് ഉറക്കി കിടത്തിയ നമ്മുടെ ക്ലെയർ ഉണ്ടല്ലോ, അവൾ ആ ഒരു പുഴയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട നോർമൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി, ഹേയ് ക്ലെയർ, നീ അവിടെ എന്താ ചെയ്യുന്നേ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലെയറിന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവൾ അങ്ങനെ എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നു. ഇത് കണ്ട നോർമൻ ആണെങ്കിലോ പെട്ടെന്ന് ഓടി വന്നിട്ട് അവനും പിറകെ തന്നെ ചാടുന്നുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് ക്ലെയർ താഴേക്ക് വന്ന് ഈ വെള്ളത്തിനടിയിലേക്ക് വന്നിട്ട് അവിടെയുള്ള എന്തോ ഒരു കാര്യം കാണും, അത് എടുക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് നമ്മുടെ നോർമൻ വന്ന് അവളെ പിടിച്ച് പൊക്കി മുകളിലേക്ക് കൊണ്ടുവരികയാണ്. മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലെയറിന് ഇത്രയും നേരം നടന്ന ഒരു കാര്യവും ഓർമ്മയില്ല. അവൾ എന്തുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ചാടിയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇതുകൂടി കണ്ട നോർമന് ചെറിയ പേടിയായിട്ട്, ഓക്കെ നീ പറഞ്ഞതെല്ലാം ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ്, ആ പെണ്ണിന്റെ മുടി എന്തായാലും നമുക്ക് കത്തിച്ചു കളയെന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു മുടി എടുത്ത് ഇങ്ങനെ കത്തിച്ചു കളയുന്നു. എന്നിട്ടിപ്പോൾ നോർമൻ അവളോട് പറയുന്നുണ്ട്, ഓക്കെ ഇത്ര ദിവസമായിട്ട് നമ്മൾ അത്ര ചേർച്ചയിലല്ല, ഇതെല്ലാം മറന്നിട്ട് ഒന്നേന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം, അതുകൊണ്ട് നമുക്കൊരു യാത്ര പോയാലോ, എല്ലാം ഓക്കെ ആവുമെന്ന് പറയുമ്പോൾ അവൾക്കും അത് ശരിയായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും യാത്ര പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഓരോ നാട്ടിലിങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട്. അപ്പോഴേക്കാണ് അവിടെ ഒരു ആഭരണ കടയുണ്ട്. അതിനകത്തൊരു മാല ക്ലെയർ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും മരിച്ചുപോയ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഉപയോഗിച്ചിരുന്നതും ഇതുപോലുള്ളൊരു മാലയാണ്. കാരണം അവളുടെ ഫോട്ടോയിൽ ഈ കാര്യം കണ്ടിരുന്നു. അതേപോലെ തന്നെ ആ ചെയിനിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ബോക്സും ഉണ്ട്, അതിലൊരു കീയും ഉണ്ട്. ഇതുകൂടി കാണുന്നതും ഹീറോയിൻ എന്തോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട്, വേറൊന്നല്ല വീട്ടിൽ നിന്നും അവൾക്കൊരു കീ കിട്ടിയിരുന്നല്ലോ, അതേപോലെ തന്നെ ആ വെള്ളത്തിനടിയിൽ അവൾ താഴ്ന്നു പോകുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു ബോക്സും കണ്ടിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം അവൾ മനസ്സിലാക്കിയതിനു ശേഷം ഇവർ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇപ്പൊ നോർമൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവൾ ഒരു ടോർച്ചും എടുത്ത് ഈ പുഴയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ടോർച്ചും കൊണ്ട് നേരെ വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിനടിയിലേക്ക് വന്ന് ആ പെട്ടിയുണ്ടല്ലോ അതെടുത്ത് കരയിലേക്ക് വരുന്നു. അങ്ങനെ അത് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ അവളുടെ കയ്യിലുള്ള ആ ഒരു കീ ഉപയോഗിച്ചിട്ട് ഈ ഒരു പെട്ടി തുറക്കുമ്പോഴത്തേക്കും സെയിം ഈ പെട്ടിയുടെ കീ തന്നെയാണത്. അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ആ പെണ്ണിട്ടിരുന്ന അതേ ചെയിൻ ഈ പെട്ടിക്കുള്ളിലുണ്ട്. അവിടെയാണ് ഹീറോയിന് ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാവുന്നത്. ഈ ചെയിൻ എന്തായാലും ആ പെണ്ണിന്റെയാണ്, പെണ്ണിനെ കാണാനില്ല. പിന്നെ ഈ പെട്ടി ഈ ലേക്കിലുണ്ട്. ഈ ലേക്കിന് സ്വന്തക്കാരൻ ആരാണ്? അത് ഹീറോ. അതുമല്ല, ഹീറോ അല്ലാതെ വേറെ ആരും ഈ വീട്ടിലേക്ക് വരാറുമില്ല. കൂടാതെ അവന്റെ അസിസ്റ്റന്റ് ആണ് അവള്. അങ്ങനെയാണെങ്കിൽ അവസാനമായിട്ട് ആ പെണ്ണ് വന്നിരിക്കുന്നത് ഈ വീട്ടിലേക്കാണ്. ഇവിടെ വെച്ച് നോർമൻ അവളെ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൊന്നിട്ടുണ്ട്. ആ തെളിവുകളൊന്നും മറ്റാർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ കൊന്നതിന് ശേഷം അവളുടെ മാല അതേപോലെ തന്നെ ആ ഒരു പെണ്ണിന്റെ ശരീരം എവിടെ ഒളിപ്പിച്ചു. പിന്നെ ആ ഒരു പെട്ടി എടുത്ത് ലേക്കിലേക്ക് ഇട്ടു. അത് കിട്ടാതിരിക്കാൻ വേണ്ടി ആ ഒരു കീയും എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. അതെനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ ആ ഒരു പെണ്ണ് ഇതെല്ലാം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ക്ലെയർ ഇപ്പോൾ പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നതും കറക്റ്റ് സമയത്ത് നോർമൻ ഉണ്ടല്ലോ അവിടേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഹീറോയിൻ എല്ലാ സത്യങ്ങളും മനസ്സിലായെന്ന് അവനും മനസ്സിലായി. എന്നിട്ടാണ് അവളോട് പറയുന്നത്, ക്ലെയർ നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ആ ഫോൺ എൻ്റെ കയ്യിൽ തരാൻ പറയുമ്പോൾ, ഇല്ല നീ ഒരു കൊലയാളിയാണ്, എന്നോട് ഒരുപാട് കാര്യങ്ങൾ നീ മറച്ചു വെച്ചു, നീയാണ് മാഡിസിനെ കൊന്നത്, ഇത്രയും നാളെ എല്ലാവരും കാണാതെ എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഒരിക്കലല്ല നീ അവളെ കൊന്നു, അതല്ലേ സത്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ അത് തന്നെയാണ് നടന്നത്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഞാനല്ല അവളെ കൊന്നത്, നടന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സത്യത്തിൽ അവൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് അവൾ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും ഞാനത് സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഈ വീട്ടിലേക്ക് വന്നിട്ട് അവളെ കല്യാണം കഴിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് അവൾ ഈ വീടിനകത്ത് സൂയിസൈഡ് ചെയ്തത്. സത്യത്തിൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ശരീരം ആ ലേക്കിലേക്ക് തന്നെ കൊണ്ടിട്ട് അവളുടെ മാല ആ ഒരു പെട്ടിയിലാക്കി ലേക്കിലേക്ക് എറിഞ്ഞത്. ഇതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തില്ല, അവളായിട്ട് തന്നെയാണ് സൂയിസൈഡ് ചെയ്തത്. ഇത് നീ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ക്ലെയർ പറയും, ശരി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം, ഇതെല്ലാം നീ പോലീസിനെ വിളിച്ച് പറയും, അവരിവിടെ വരട്ടെ, സത്യതാണല്ലോ, പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നോർമൻ ഓക്കെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് പോലീസിനെ ഡയൽ ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോയിൻ പറയും, ശരി ഞാൻ എന്തായാലും കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആ ഒരു ഫോണും എടുത്ത് നേരെ ബാത്റൂമിലേക്ക് ചെന്ന് ഡ്രസ്സ് മാറുന്ന സമയത്താണ് അവൾ ആ ഒരു ഫോൺ ശ്രദ്ധിക്കുന്നത്. അവിടെയാണ് അടുത്തൊരു കാര്യം, അവൻ 911ലേക്കല്ല ഡയൽ ചെയ്തത് 411 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ പോലീസിനെ അവൻ എന്തായാലും വിളിച്ചിട്ടില്ല. അങ്ങനെ ഇത് കണ്ട് ക്ലെയർ പേടിച്ച് നിൽക്കുന്നതും പുറകിൽ നോർമൻ വന്ന് നിൽക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു കർച്ചീഫ് എടുത്ത് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ മൂടുന്നതും ഇപ്പോൾ ക്ലെയറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ ആകെ പിടിവിട്ട് അവനെ തള്ളിക്കളഞ്ഞ് അവിടെ നിന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴേക്ക് ഒന്ന് വീഴാണ്. എന്താന്ന് വെച്ചാൽ അവൻ ആ ഒരു കർച്ചീഫില് എന്തോ ഒരു കെമിക്കൽ മിക്സ് ചെയ്തിരുന്നു. ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് അവൻ അതുപോലെ എന്തോ ഒരു കെമിക്കൽ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ക്ലെയറിന് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ശരീരം അനക്കാൻ കഴിയാത്ത രീതിയിൽ പാരലൈസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. നടക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ശബ്ദങ്ങളും കേൾക്കാൻ കഴിയും.
ശരീരം മാത്രം അനക്കാൻ കഴിയത്തില്ല. എന്നിട്ടാണ് നോർമൻ ഇപ്പോ ക്ലെയറിന്റെ അടുത്തേക്ക് വന്നിട്ട്, ക്ലെയർ, നിന്നോടുള്ള ഈ ഒരു ജീവിതം ഒരിക്കലും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടില്ല. ഇതുപോലെ സന്തോഷമായിട്ട് കഴിയണമായിരുന്നു. അതായിരുന്നു എനിക്ക് വേണ്ടത്. പക്ഷേ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കില്ലേ. ഇപ്പോഴാണെങ്കിലും നിനക്ക് എല്ലാ സത്യവും മനസ്സിലായി. ഇനിയും നിന്നെ ജീവനോടെ വിട്ടു കഴിഞ്ഞാലേ എന്നെ എന്തായാലും ജയിലിൽ പിടിച്ചിടും. അതിനോട് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. അതുകൊണ്ട് ക്ലെയർ, എനിക്ക് എന്തായാലും ഇതല്ലാതെ വേറെ വഴിയില്ല. എന്നോട് നീ ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് അവളെ പൊക്കിയെടുത്ത് നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുവന്ന് ആ ബാത്ത് ടബിലേക്ക് കിടത്തുകയാണ്. എന്നിട്ട് ആ ഒരു പൈപ്പ് തുറന്നു വിടുന്നതും വെള്ളം ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ക്ലെയർ, മാഡിസിനെ ഞാൻ കൊന്നത് ഇതുപോലെയാണ്. അവളോട് ഞാൻ എത്ര പറഞ്ഞു നോക്കിയെന്നറിയോ? അവൾ ഒരിക്കലും പിന്മാറിയില്ല. എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അവളെയും ആ ഒരു കെമിക്കൽ വെച്ച് ഇതുപോലെയാക്കി ഈ ബാത്ത് ടബിൽ കൊണ്ട് കിടത്തി വെള്ളം നിറച്ച് അവൾ പതിയെ ആ വെള്ളത്തിലേക്ക് മുങ്ങി ശ്വാസം കിട്ടാതെ മരിക്കുമായിരുന്നു. അതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവളുടെ ശരീരം ഞാൻ ആ ഒരു ലേക്കിലേക്ക് താഴ്ത്തിയത്. നിന്നെയും ഇതുപോലെ തന്നെ കൊല്ലണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ നീ ആയിട്ട് എല്ലാം വരുത്തി വെച്ചു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു ഉമ്മയെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ക്ലെയറിന്റെ കഴുത്തിൽ നോക്കുമ്പോൾ മാഡിസൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ചെയിൻ ഉണ്ടല്ലോ, അത് അവളുടെ അടുത്തിട്ടേക്കാണ്. അപ്പോൾ നോർമൻ പറയും, എല്ലാത്തിനും കാരണം ഈ ചെയിനാണ്, ഇതെടുത്ത് കളയാന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ നിന്നും ആ ഒരു ചെയിൻ അങ്ങനെ വലിച്ചു വരുന്നതും അത് കഴിഞ്ഞ് അവളിങ്ങനെ പിടിച്ചു നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മരിച്ചുപോയ മാഡിസൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളെ പോലെ തോന്നും ഇത് കാണുമ്പോൾ. ഇത് കണ്ട നോർമൻ പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റ് തിരിയുമ്പോൾ അവന്റെ കാല് തെറ്റി നേരെ വന്ന് തല ആ ഒരു വാഷ് ബേസൺ ഉണ്ടല്ലോ അതിലേക്ക് വന്നങ്ങ് ഇടിക്കും. അതുപോലെ തലയിടിച്ചത് കൊണ്ട് തന്നെ അത് പൊട്ടിയിട്ട് തലയിൽ നിന്ന് നല്ലതുപോലെ രക്തം പോകുന്നുണ്ട്. ഇതുകൂടി ആവുന്നത് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും ആശുപത്രിയിലേക്ക് പോകണമെന്നും പറഞ്ഞ് അവൻ എഴഞ്ഞെഴിഞ്ഞ് വെളിയിലേക്ക് പോവാണ്. ഇവിടെ നമ്മുടെ ക്ലെയറിനെ കാണിക്കുമ്പോഴത്തേക്കും ഈ പൈപ്പ് തുറന്നിട്ടത് കൊണ്ട് തന്നെ വെള്ളം പതിയെ പതിയെ നിറഞ്ഞു വരുന്നു. അവളുടെ മൂക്കിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് ശ്വാസമില്ലാതെ എന്തായാലും അവൾ മരണപ്പെടും. എന്തെങ്കിലും ചെയ്തേ മതിയാവും. കാലുകൊണ്ട് അവൾ പതിയെ അനക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ ബാത്റൂമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കളയാനായിട്ടുള്ള ആ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ, അതിന്റെ മൂടി കാലിന്റെ അടുത്താണ്. അവൾ കാല് വെച്ച് പതിയെ ആ ഒരു മൂടി അങ്ങ് തുറക്കുന്നതും എന്തോ ഭാഗ്യത്തിന് ആ വെള്ളമെല്ലാം അതിലൂടെ താഴേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവൾക്ക് പൂർണ്ണമായിട്ടും ഇപ്പോഴനങ്ങാൻ കഴിയത്തില്ല. ഇപ്പൊ ജീവൻ തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ അവൾ ആ ബാത്ത് ടബിൽ നിന്നും ഇഴഞ്ഞ് താഴേക്ക് വീണിട്ട് പതിയെ പതിയെ മുന്നിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഇപ്പൊ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ട്. ശരീരം വീണ്ടും നോർമലായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് ഇപ്പോൾ നോർമൻ ഇവിടെ നിന്ന് നോക്കി ഒരു കത്തി എടുത്തിട്ട് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ താഴെ തന്നെ കിടപ്പുണ്ട്, അനങ്ങാൻ കഴിയുന്നില്ല. ഇനി മരിച്ചോ ഇല്ലേന്ന് അറിയത്തില്ല. അങ്ങനെ ഹീറോയിൻ പതിയെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് പോകാൻ വേണ്ടി ആ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി കാറിനടുത്ത് ഓടി ചെല്ലുന്നതും ഇവിടെ നോർമൻ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് അവനും എഴുന്നേറ്റ് വരികയാണ്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്ലെയർ അവളുടെ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അവൻ അവന്റെ കാറും എടുത്ത് ക്ലെയറിന്റെ പുറകെ തന്നെ വരുന്നു. അങ്ങനെ കുറെ നേരം ആ ഒരു ചേസിങ് നടക്കുന്നുണ്ട്. അതിനവസാനം ഹീറോയിൻ ഒരു പാലത്തിന് മുകളിലൂടെ കാർ ഓടിച്ചുകൊണ്ട് പോകും. അപ്പൊ നോർമൻ ആണെങ്കിലോ ഇവളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എന്തായാലും അവന്റെ ജീവിതം മുഴുവൻ ഇനി ഈ ജയിലിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഈ കാർ കൊണ്ട് അവളൊരു ഒറ്റയിടി. അവസാനം കാറിന്റെ നിയന്ത്രണം വിട്ട് രണ്ടുപേരും തെറിച്ചു വന്ന് വെള്ളത്തിലേക്ക് വന്ന് വീഴാണ്, ഈ കാർ ഉൾപ്പെടെ. അങ്ങനെ കാറിനകത്ത് നമ്മുടെ ക്ലെയർ രക്ഷപ്പെടാൻ കഴിയാതെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോർമൽ പെട്ടെന്ന് അവന്റെ കാറിൽ നിന്ന് ഇറങ്ങി ക്ലെയറിന്റെ കാറിലേക്ക് വരും. എന്നിട്ട് അവളെ പിടിച്ച് വെള്ളത്തിലേക്ക് വെച്ചേക്കാണ്. വേറെ ഒന്നല്ല, ഇപ്പൊ മരിക്കുന്നെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് ആ ഒരു കാറിൽ തന്നെ ഇരുത്തുന്നതും ഹീറോയിൻ ഇപ്പോൾ വെളിയിലേക്ക് പോകാനും കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ അവിടെയാണ് ഒരു കാര്യം, ഏതോ ഒരു ശരീരം ഇവരുടെ കാറിനടുത്തേക്ക് ഒഴുകി വരുന്നു. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് മാഡിസൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ പ്രേതമായിരുന്നു അത്. അങ്ങനെ ഈ കാറിനടുത്തേക്ക് വന്ന് നോർമന്റെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചു വെക്കും. ഇപ്പൊ നോർമന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. പകരം നമ്മുടെ ക്ലെയർ ആ കാറിൽ നിന്നും നീന്തി വെളിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവള് മുകളിലേക്ക് വരുമ്പോൾ നോർമൻ എന്തായാലും ആ പ്രേതം അവിടെ വെച്ച് കൊന്നിട്ടുണ്ട്. അതോടെ ആ ഒരു പ്രേതത്തിന്റെ പ്രതികാരം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ക്ലെയർ മാത്രമേ രക്ഷപ്പെട്ട് മുകളിലേക്ക് വരുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം നമ്മുടെ ക്ലെയറിനെ കാണിക്കുമ്പോൾ എല്ലാ സത്യങ്ങളും ഇപ്പോഴാണ് നമ്മുടെ ക്ലെയറിന് മനസ്സിലായത്. മാഡിസൺ എന്ന് പറഞ്ഞ ആ പെണ്ണിനെ കൊന്നത് അവളുടെ ഭർത്താവ് നോർമൻ ആണെന്നും അതേപോലെ തന്നെ മാഡിസനെ ഹീറോയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് പല രീതിയിലും അവളുടെ കൊലപാതകത്തിന് കാരണം അവളുടെ ഭർത്താവാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആ വീടിനകത്ത് ചെയ്തത്. അവസാനം എന്തായാലും നമ്മുടെ ഹീറോയിൻ അത് കണ്ടുപിടിച്ച് ആ ഭർത്താവ് നോർമൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നത് മാഡിസൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ കല്ലറയുടെ മുന്നിലാണ്. അവിടെ നിന്ന് കുറച്ചു നേരം ആ ഒരു കല്ലറയെ നോക്കി അത് കഴിഞ്ഞ് അവൾ തിരിച്ചു പോകുന്നതും വാട്ട് ലൈസ് ബെനത്ത് എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് മറക്കാതെ ഒരു ലൈക്ക് അടിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തൊരു നല്ല മൂവിയായിട്ട് വരുന്നതുമായിരിക്കും. ബൈ.